ഇന്നൊരു തിരക്കിട്ട ദിവസം തന്നെയായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ പള്ളിപ്പെരുന്നാളായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഗൗരിയുടെ അങ്ങ് പോയി. അവിടേക്ക് ബസ് വന്നിരുന്നു. ഞങ്ങൾ ബസ്സിനകത്ത് കയറി. പിന്നെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിക്കുമ്പോൾ പൊളിയായിരിക്കുമല്ലോ. ഞങ്ങൾ തകർത്തടിച്ച് ഗൗരിയുടെ അങ്ങോട്ടേക്കും പോയി. നമ്മള് ഗൗരിയുടെ അങ്ങോട്ട് പോവുക. അതങ്ങോട്ട് നടക്കാം. എല്ലാവരും എടുക്കും. അങ്ങ് വരെ ഇത് തന്നെ ഇങ്ങനെ ഓണാക്കിട്ടില്ല. അല്ല അന്ന് രാത്രി വന്നുകൊണ്ടേ എന്തുവാണ് അല്ല ഇറക്കമുണ്ടെന്ന് അറിയാമായിരുന്നു. അവിടം വരെ ഉണ്ടെന്ന്. എന്റെ പൊന്നു മറിഞ്ഞു വീണിരിക്കുന്നത്. അറിഞ്ഞു വീണ് കൈ വല്ലതും മുറിഞ്ഞാ നോക്ക്. മുറിഞ്ഞാ അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വീണ് മറിഞ്ഞു വീണ് അതുപോലെ മറിഞ്ഞിടിച്ച് വീണ സുഖമാണെന്ന് പറയുന്നതൊക്കെ കേട്ടൊക്കെ ചെയ്യും. നമുക്ക് വീണാൽ വേദന എടുത്ത് കരഞ്ഞുകൊണ്ട് വീഴും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മുടെ മുഖമൊന്നും കാണുന്നില്ല. വലിയ എത്താറായി നമ്മളെത്തിയിരിക്കുന്നു. ഒന്നും ഗൗരിയൊന്നും കാണുന്നില്ല. എല്ലാവരും ഉണ്ട്. നമ്മളിവിടെ ഇരിക്കുകയാണ്. പിടിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇടത്ത് തുറന്ന് പിടിക്കും. ഇവൻ തിരിച്ച് തല തിരിച്ചിട്ട് അവിടെ ഹോളിട്ട് പിടിക്കും. പിന്നെ നമ്മൾ നേരെ ഫുഡിലേക്ക് പോയി. നല്ല ഫുഡ് തന്നെ ആയിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. നാണൊക്കെ കണ്ടു. ഗായ്സ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. എന്ത് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി. ഇവിടെ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കാട്ടിലേക്ക് ചെടിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി നടാനാന്ന് പറഞ്ഞു. അമ്മ എന്തോ താമര താമര. വെയിൽ ഇറങ്ങി നടക്കാൻ മുഖമൊക്കെ പൊള്ളുന്നു. നമ്മുടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നടക്കുകയെടുക്കുക. എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അഖിലേട്ടൻ്റെ കുറച്ച് സ്ലോ മോഷൻ കാണാം. ഞങ്ങള് പോവുകയാണ്. പിന്നെ നമ്മള് ഫാമിലിയായിട്ട് പിന്നെ ഒരു ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോയാൽ ഡാൻസും പാട്ടും ഒക്കെ സർവ്വസാധാരണമല്ലേ. നമ്മളും അങ്ങോട്ട് പൊളിച്ചു. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഡാൻസ് കളിച്ച് വന്ന് കുഴഞ്ഞ് എല്ലാവരും നാരങ്ങളും കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുഞ്ഞാ ദേവു, അമ്മു, ശോഭമണി എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. കാണുന്നില്ല, അതുകൊണ്ടിരിക്കുന്ന കൈ പോസാണത്. രാജാ രവിവർമ്മയ്ക്ക് വരയ്ക്കാനുള്ള വെള്ളമാണ് ഗൈസ്. എല്ലാവരും കൊണ്ടുവന്നപ്പോഴേ കുടിച്ച്. ഞാൻ മാത്രമേ ഫോട്ടോ എടുക്കുന്നത്.
ദൈവമൊക്കെ കുടിക്കുന്നത് ആദ്യമേ കുടിച്ചായിരുന്നു എന്നിട്ട് കാണിക്കാൻ നമ്മൾ കുടിക്കാം ഗ്ലാസ് ഓർഡറാണ്. വേണ്ടായാ ഇതായിക്കുന്നു ഞാൻ കുടിച്ചോളാം. നമ്മുടെ വയറെന്ന് പറയുന്നത് നോക്ക് നമ്മളോട് പറയാൻ വായു മുട്ടായി കിടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മള് ഗൗരി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമ്മള് ഇപ്പം വീട്ടിലോട്ട് പോവാണ്. അതാ നമ്മൾ നടക്കുക. സൂര്യൻ നമ്മളെ എന്ത് ചെയ്യേ സൂര്യൻ എന്ത് ചെയ്യേ ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. അവിടെ നമ്മൾ തുടുത്തിരിക്കുന്നു. നടക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അതാക്കാം. ഓക്കെ ബൈ. പിന്നെ ഞാനും അമ്മ വീട്ടിൽ ചെന്ന് ഡൈസറെ സിനിമ കണ്ടു. പറഞ്ഞതിൻ്റെ അത്ര ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു 100-ൽ 50% മാർക്ക് കൊടുക്കാം. ആ സൗണ്ടിന് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പേടി കാണാൻ പറ്റുന്നില്ല. സൗണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന അമ്മ പേടിച്ചിരിക്കുകയാണ്. വീട് നൈറ്റ് ആയപ്പോൾ സുനാമി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്ട കിട്ടേക്കുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ നേരെ അളിയൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ വിരുന്നുണ്ടായിരുന്നു. ഫുഡ് കണ്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫുഡും കഴിച്ച് വയറും നിറച്ച് നേരെ ഞാൻ വീട്ടിലേക്ക് തന്നെ പോയി. ഫുഡുകളെല്ലാം കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഗൈസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ ഒരെണ്ണം തന്നെ ഒരുപാട് കഴിച്ചു തന്നെയായിരുന്നു. പക്ഷേ ഓരോന്ന് വീതം ഇരുന്നുകൊണ്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.